ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. എല്ലാവർക്കും എക്സാമിനർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. എത്ര ദൂരത്തിലാണോ ആറ്റക്കിളിയുടെ നോക്കും പറച്ചിലും പുഞ്ചിരിയും കൊച്ചു നുണക്കുഴിയും ഗൾബിലേക്കെത്തു വിളക്കിൻ വെളിച്ചമാണിന്നി ഇരുട്ടറയിൽ. ആ കണ്ണിലെ തുമ്പത്തെ തുള്ളിയാണെന്നുടെ ഗൽബിൻ മരുപ്പറമ്പിൽ. ഓ പെരിയോനേ എൻ റഹ്മാനേ, പെരിയോനേ റഹീം, പെരിയോനേ എൻ റഹ്മാനേ, പെരിയോനേ റഹീം. മക്കളെ, മുത്തോണികളെ, ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്ന സിനിമ ഏതാടാ? ആടുജീവിതമല്ലേ? നമ്മുടെ ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനെ മലയാളത്തിലെ മികച്ച സംവിധായകനായ ബ്ലെസ്സി അല്ലേ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയിൽ നമ്മളെ പൃഥ്വിരാജ് അഭിനയിച്ച് മികച്ചതാക്കി മാറ്റിയ സിനിമയിലെ രംഗങ്ങൾ ഓർമ്മ വരുന്നില്ലേ? അത്തരത്തിൽ നമ്മൾ വായിച്ച ആടുജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് മണൽക്കുനകൾക്കിടയിലൂടെ എന്നതിലൂടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അല്ലേ. ആടുജീവിതത്തിൻ്റെ തുടക്കമാണ് ഈ പാഠഭാഗത്തിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഓണപ്പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയ പാഠഭാഗം തന്നെയാണ് ഏത്? മണൽക്കുനകൾക്കിടയിലൂടെ. ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഒന്ന് പരിചയപ്പെടാലോ. അപ്പോൾ മുത്തുമണികളെ, നിങ്ങൾ ഇതുവരെ എക്സാം വിന്നറിൻ്റെ ആൽഫ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമ്മുടെ ലക്ഷ്യം ഓണപരീക്ഷയല്ല, ക്രിസ്മസ് പരീക്ഷയല്ല, പബ്ലിക് എക്സാം ആണ് അല്ലേ. പ്രധാനപ്പെട്ട നമ്മുടെ ആനുവൽ എക്സാം ആണ്. അപ്പോൾ നമുക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ എത്രയും പെട്ടെന്ന് 2499 രൂപയ്ക്ക് 9th ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ലൈവ് ക്ലാസ്സസ്, വർക്ക് ഷീറ്റ്സ്, റെക്കോർഡഡ് ക്ലാസ്സസ്, PDF ക്ലാസ്സസ് എല്ലാം PDF ക്ലാസ് നോട്ട്സ് എല്ലാം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരും. കൂടാതെ 850 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ബുക്കും കിട്ടും. പക്ഷേ ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കൾക്ക് 850 രൂപയ്ക്കും അല്ലാത്തവർക്ക് 900 രൂപയ്ക്കുമാണ് കിട്ടുക. അപ്പോൾ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ എക്സാമിനറിൻ്റെ ആൽഫ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. മാർക്ക് സ്കോർ ചെയ്യുക. നിങ്ങളുടെ മാർക്ക് എല്ലാവരും ഉയരത്തിലേക്ക് എത്തി കാണട്ടെ മക്കളെ. ഇപ്പോൾ നമ്മൾ പോകുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഓൺ എക്സാമിന് വരാൻ സാധ്യതയുള്ള മണൽക്കുനകൾക്കിടയിലൂടെ എന്ന പാഠഭാഗത്തിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഇതാ നമ്മൾ കാലുവയ്ക്കാൻ പോവുകയാണ്. അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഒരു ഭീതി മണിയനീച്ചയെ പോലെ എൻ്റെ മനസ്സിനെ വലം വെച്ച് തുടങ്ങി. ഈ വാക്യത്തിൽ നിന്ന് നജീബിൻ്റെ യാത്രയെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകൾ കണ്ടെത്താം അല്ലേ? അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയനീച്ചയെ പോലെ എൻ്റെ മനസ്സിനെ വലം വെച്ച് തുടങ്ങി. എപ്പോഴാണ് നജീബ് ഇത് ചിന്തിക്കുന്നത്? നമുക്കറിയാം, പാഠഭാഗം വായിക്കുമ്പോൾ നജീബിനെ റബാബ് വണ്ടിയിൽ ഇങ്ങനെ കയറ്റി കൊണ്ടുപോവുകയാണല്ലേ മരുഭൂമിയിൽ കൂടി. അങ്ങനെ നഗരത്തിൽ നിന്നും വണ്ടി മാറി എവിടെ എത്തി? മരുഭൂമിയിലെത്തി. മരുഭൂമിയുടെ പൊടിപടലങ്ങൾക്കും ആ അന്ധകാരത്തിനും ഇടയിൽ വെച്ച് നജീബ് ചിന്തിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതം എന്തായിരിക്കും? ഞാൻ കാട്ടറബിയുടെ കാലിനടിയിൽ എൻ്റെ ജീവിതം എരിഞ്ഞു തീരുമോ എന്ന ഭയം മണിയനീച്ചയെ പോലെ. നിങ്ങൾ മണിയനീച്ചയെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഈ ചക്കപ്പഴമൊക്കെ വീണാൽ, പഴുത്ത മാങ്ങ പറമ്പിൽ വീണാൽ അതിന് ചുറ്റും കുറേ ഈച്ചകൾ പാറി നടക്കും. അതാണ് മണിയനീച്ച എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഭയം മണിയനീച്ചയെ പോലെ നജീബിനെ വന്ന് വിളിച്ചു തുടങ്ങി. എന്താണ് നജീബിൻ്റെ മനസ്സിലുണ്ടായ ആശങ്കയും ഭീതിയും വെളിപ്പെടുത്താനാണ് ഈ സാദൃശ്യകൽപ്പന നടത്തിയത്. ഗൾഫിലെത്തിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളാണ് നജീബിൽ ഈ അവസ്ഥ ഉണ്ടാക്കിയത്. അർബാബിൻ്റെ മോശമായ പെരുമാറ്റം അല്ലേ, ഗൾഫിലെത്തിയപ്പോഴുള്ള നജീബിൻ്റെ അനുഭവങ്ങളാണ് ഇവിടെ വ്യക്തമാകുന്നത്. അറബാബിൻ്റെ മോശമായ പെരുമാറ്റം അല്ലേ. അറബാബ് വെച്ചാൽ സ്പോൺസർ, അറബിയുടെ മോശമായ പെരുമാറ്റം, മണിക്കൂറുകൾ നീണ്ടുനിന്ന വിശ്രമമില്ലാത്ത യാത്ര, കാത്തുനിന്ന വിശപ്പ്, ഇതൊക്കെ കടുത്ത ദാഹം എന്നിവയെല്ലാം നജീബിൽ ആശങ്കയും ഭീതിയും ഉളവാക്കി. എന്തൊക്കെയാണ് മക്കൾ നജീബിൽ ആശങ്കയും ഭീതിയും ഉളവാക്കിയത്? വിശപ്പ്, ഭയം. എത്ര നേരമായി എയർപോർട്ടിൽ നിന്നും അല്ലേ മരുഭൂമിയിലേക്ക് യാത്രയായിട്ട് ഒരു തുള്ളി വെള്ളം പോലും അറബാബ് വാങ്ങി തന്നിട്ടില്ല.
കഴിക്കാൻ ഭക്ഷണം തന്നിട്ടില്ല. പിന്നെയോ അർബാബിൻ്റെ മോശമായ പെരുമാറ്റം, ഇതൊക്കെ ആരിൽ ഭയമുണ്ടാക്കി? നജീബിൻ്റെ മനസ്സിൽ ഭയമുണ്ടാക്കി. ഏതുപോലെ? മണിയനീച്ച പോലെ നജീബിൻ്റെ മനസ്സിൽ ഭയമുണ്ടായി. മണിയനീച്ച തികച്ചും അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു ജീവിയാണ് അല്ലേ. അതിന് കാണാൻ തന്നെ ഞെട്ടക്കടാവും, ഇങ്ങനെ പാറി നടക്കും. പിന്നെയോ അതിൻ്റെ മുരളിച്ചയും മനുഷ്യൻ്റെ തലക്ക് ചുറ്റുമുള്ള വട്ടം പറക്കലും മനുഷ്യനെ ഭ്രാന്തു പിടിപ്പിക്കുന്ന ഒന്നാണ്. സാധാരണക്കാരനായ ഒരു നാട്ടുംപുറത്തുകാരൻ്റെ അസ്വസ്ഥതകളോട് ചേരുന്ന വാക്കുകളാണ് എഴുത്തുകാരൻ അവതരിപ്പിക്കുന്നത് അല്ലേ. ഒരു സാധാരണ ആൾക്കാരെ വാക്കല്ലേ അത് അല്ലേ. ഒരു മണിയനീച്ച എന്നൊക്കെ ആരാ പറയാ? ഇല്ലാണോ പറയാ? അല്ല, സാധാരണ ആൾക്കാരെ വാക്കാണ് ഈ മണിയനീച്ച. അതൊക്കെ ഇപ്പോൾ ഒരു നജീബിൻ്റെ മനസ്സിൽ വന്ന ഭയമാണ്. ഏത്? മണിയനീച്ച പോലെ ഒരു ഭയം കടന്നു വരുന്നു. അറബി എന്നെ എന്തു ചെയ്യും? ശിക്ഷിക്കുമോ രക്ഷിക്കുമോ എന്ന ഭയം. തൻ്റെ യാത്രയുടെ തുടക്കത്തിലുണ്ടായിരുന്ന പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് അല്ലേ. നജീബ് വിചാരിക്കുക, ഗൾഫ് എന്ന് പറഞ്ഞാൽ സുന്ദരാണ്, ഒരുപാട് കെട്ടിടങ്ങളുണ്ടാവും, പിന്നെ ഈന്തപ്പനത്തോട്ടങ്ങൾ, അതൊക്കെ ഗൾഫിലുണ്ടാവും. പക്ഷേ അതൊക്കെ ഉണ്ട്. നജീബ് അതല്ല കണ്ടത്, മറിച്ച് മരുഭൂമി മാത്രമാണ്. ഈ മരുഭൂമി കണ്ട ഉടനെയുള്ള നജീബിൻ്റെ ഭയത്തെ പ്രതിഫലിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മണിയനീച്ച വന്ന് വലം വെക്കുന്ന ഈ വാക്കിനെ എഴുത്തുകാരൻ ഉപയോഗപ്പെടുത്തിയെന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം. മരുഭൂമിയിൽ മരിക്കുന്ന ഒട്ടകത്തിനറിയാം നീരുറവയുടെ ആഴം, കിണറ്റിലെ തവളയോട് ചോദിക്കൂ കടലിൻ്റെ വലുപ്പം. സച്ചിദാനന്ദ കവിതയുടെ വരികളാണ്. ഈ കവിതാഭാഗത്തെ ആശയതലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നജീബിൻ്റെ മരുഭൂമിയിലെ അനുഭവങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇപ്പം എന്താണ്? അനുഭവ കുറിപ്പാണ് അല്ല മക്കളെ. അനുഭവ കുറിപ്പ്. ആരുടെ അനുഭവ കുറിപ്പാണ്? നജീബിൻ്റെ അനുഭവക്കുറിപ്പിനെ കുറിച്ചാണ് ചോദ്യം. എന്താണ്? മരുഭൂമിയിൽ മരിക്കുന്ന ഒട്ടകത്തിനറിയാം നീരുറവയുടെ ആഴം, കിണറ്റിലെ തവളയോട് ചോദിക്കൂ കടലിൻ്റെ വലുപ്പം. ഈ വരികളുമായിട്ട് എങ്ങനെയാണ് സച്ചിദാനന്ദൻ്റെ ഈ വരികളുമായിട്ട് എങ്ങനെയാണ് നജീബിൻ്റെ ജീവിതം ബന്ധപ്പെട്ട് കിടക്കുന്നു നോക്കാം. അവനവൻ അനുഭവിക്കുന്ന അവസ്ഥ അവനവനേക്കാൾ വലുതായി ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല എന്ന സത്യാവസ്ഥയാണ് ഈ വരികൾ പറഞ്ഞു വയ്ക്കുന്നത് അല്ലടാ. നമ്മുടെ ആടുജീവിത നോവലിൽ ഒരു വരിയുണ്ട്, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം വെറും കെട്ടുകഥകളാണ് എന്ന് മറ്റുള്ളവർക്ക് അല്ലടാ. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. ഇവിടെ പറയുന്നുണ്ട്, നമ്മളൊരു പ്രശ്നം അനുഭവിച്ചാൽ മാത്രമേ ആ പ്രശ്നത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. നാം അനുഭവിക്കാത്ത ജീവിതം വെറും കെട്ടുകഥകൾ ആണെന്ന ആമുഖക്കുറിപ്പോട് കൂടിയാണ് ആടുജീവിതം തുടങ്ങുന്നത് തന്നെ. അത്രമേൽ തീവ്രമായ ജീവിതാവസ്ഥകൾ വെറും നുണകളായി തോന്നാം എന്നുള്ളത് കൊണ്ടാകാം ഈ വരികൾ ചേർത്തിരിക്കുന്നത് അല്ലേ. ഒരാളൊരു കഥ പറയുമ്പോൾ നമ്മൾ ഈ മിലിറ്ററിക്കാരൊക്കെ ലീവിന് വന്നാൽ ഒരുപാട് കഥകൾ പറയും. അപ്പോൾ നമ്മൾ പറയും, ഓ എന്ത് വിടില്ല നിങ്ങൾ വിടുന്നേ, പുളു അടിക്കാണ്ട് അരങ്ങാണ്ട് ഇന്നൂടെ എന്ന് പറയല്ലേ. പക്ഷേ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണല്ലേ. നമുക്ക് അതങ്ങനെ വരൂ. പക്ഷേ നജീബിൻ്റെ ജീവിതം കെട്ടുകഥകളെല്ലാം മറിച്ച് സത്യമായ അയാൾ അനുഭവിച്ചൊരു കഥ കൂടിയാണെന്ന് മനസ്സിലാക്കാം. മരുഭൂമിയിലെ ഒട്ടകത്തിന് വെള്ളത്തിൻ്റെ വില നന്നായി അറിയാം. കാരണം നീരുറവ എവിടെയില്ല, മരുഭൂമിയിൽ കുറവാണ്. മരുഭൂമി ഇല്ല തന്നെ പറയാം. ഇപ്പോൾ ഒട്ടകത്തിനറിയാം വെള്ളത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന്. മരുഭൂമിയിലെ ഒട്ടകത്തിന് വെള്ളത്തിൻ്റെ വില നന്നായി അറിയാം. നീരുറവയുടെ കുളിരും ആഴവും അതിന് സ്വപ്നമായിരുന്നു നിൽക്കണം അല്ലേ. മരുഭൂമിയിൽ നമ്മുടെ ഒട്ടകം സ്വപ്നം കാണും, നല്ല നീരുറവ് ഉണ്ടായിരുന്നെങ്കിൽ, കുടിക്കാൻ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അതേപോലെ തന്നെയാണ് കിണറ്റിലെ തവളയ്ക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ വിലയും അല്ലേ. സ്വാതന്ത്ര്യത്തിൻ്റെ വില, കിണറ്റിൽ കുറച്ച് സ്പേസല്ലേ ഉള്ളൂ, അപ്പോൾ തവളക്ക് കുറച്ച് സ്പേസിലേ കളിക്കാൻ പറ്റൂ. പക്ഷേ തവളക്കറിയാം സ്വാതന്ത്ര്യം എങ്ങനെയാണ്, കിണറ്റിൻ്റെ പുറത്തേക്കാണ്. പക്ഷേ കിണറ്റിൻ്റെ പുറത്തേക്ക് തവളക്ക് പോകാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ കിണറ്റിൽ തവളയോട് ചോദിക്കൂ സ്വാതന്ത്ര്യത്തിൻ്റെ വിലയറിയാം, ഒട്ടകത്തിനോട് ചോദിക്കൂ നീരുറവയുടെ പ്രാധാന്യം അറിയാം. ഇത് രണ്ടും എന്താണ് അർത്ഥമാക്കുന്നത്? ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന പ്രതീക്ഷകൾ നിശ്ചലമറ്റ ആൾക്കാരുടെ മാനസികാവസ്ഥയാണ് ഇവിടെ ഈ രണ്ട് വരികൾ കൊണ്ട് നജീബിൻ്റെ ജീവിതത്തെയാണ് എഴുത്തുകാരൻ എന്തു ചെയ്യുന്ന മക്കളെ അടയാളപ്പെടുത്തുന്നത്. അടുത്ത ചോദ്യം. ഗൾഫിലെ ആദ്യ ദിവസത്തെ യാത്രാനുഭവത്തെക്കുറിച്ച് നജീബ് തൻ്റെ കൂട്ടുകാരന് അയക്കാനിടയുള്ള ശബ്ദ സന്ദേശം തയ്യാറാക്കുക. വോയിസ്. അതായത് ഗൾഫിലെ ആദ്യ ദിവസത്തെ യാത്രാനുഭവം. നമ്മുടെ നജീബ് എന്തായി, എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയില്ലേ, ബോംബെന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ നിങ്ങൾ യാത്ര ചെയ്യുകയാണ് മരുഭൂമിയിലേക്ക്. അപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ഈ യാത്രാനുഭവം മനോഹരമായ അല്ലേ. നമ്മൾ സഞ്ചാരം ചാനൽ പറയുന്നില്ലേ, അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെ നടുക്ക് ഞാൻ യാത്ര സഞ്ചരിച്ചു എന്ന് പറയില്ല. അതേപോലെ തന്നെ നജീബ് ഗൾഫിൽ കണ്ട യാത്രകളെക്കുറിച്ച്, യാത്രാ അനുഭവങ്ങളെ, കാഴ്ചകളെക്കുറിച്ച് നാട്ടിലുള്ള കൂട്ടുകാരൻ അയക്കുന്ന ഒരു ശബ്ദ സന്ദേശം, വോയിസ് മെസ്സേജ് എന്താണ് എന്നാണ് ചോദ്യം. അത് തയ്യാറാക്കാനാണ് ചോദ്യം. ചില പ്രതീക്ഷിക്കാം. എന്താണ് തയ്യാറാക്കുക? ഹക്കീമേ,
നീ എവിടെയാണ്? ഹക്കീമിനായിരിക്കുമല്ലോ ചോദ്യം. ആ ശബ്ദ സന്ദേശം അയക്കുക. നോക്കാം. ഹക്കീമേ നീ എവിടെയാടാ? ഇജ്ജെവിടെയാ ഹക്കീമേ? ഞാൻ എത്തപ്പെട്ടിരിക്കുന്നത് വലിയ ഒരു അപകടത്തിലാണ്. പടച്ചോനല്ലാതെ എന്നെ ഇവിടുന്ന് ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത ഒരിടമാണ് ഹക്കീമേ. അല്ലേ? ഈന്തപ്പനകളും കെട്ടിടങ്ങളൊക്കെ സ്വപ്നം കണ്ട് പോയാൽ നജീബ് എവിടെ പെട്ടുപോയി? ഈ അറബിയുടെ അണ്ടറിലായിപ്പോയി, അറബിയുടെ അണ്ടറിൽ കസ്റ്റഡിയിലായിപ്പോയി. അതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ അനുഭവങ്ങളെ വെച്ചിട്ട് നമ്മൾ നജീബ് എഴുതുന്നൊരു കത്താണ്, കത്തല്ല, വോയിസ് മെസ്സേജാണ്. ഹക്കീമേ ജബിഡിയ ഹക്കീമേ, ഹക്കീമേ നീ എവിടെയാണ്? ഞാൻ എത്തപ്പെട്ടിരിക്കുന്നത് വലിയ ഒരു അപകടത്തിലാണ്. ഏതാ അപകടം? അറബിയുടെ കൂടിയായാലേ അദ്ദേഹം കഴിക്കാൻ ഭക്ഷണമോ കുടിക്കാൻ വെള്ളമോ കൊടുക്കുന്നില്ല. പണിയോട് പണി തന്നെ. പടച്ചോനല്ലാതെ എന്നെ ഇവിടുന്ന് ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത ഒരിടമാണ് ഹക്കീമേ. നിനക്ക് സുഖമാണോ ഹക്കീമേ? നിനക്ക് സുഖാണോടാ? നീ എവിടെയാണ്? രാത്രി എന്തെങ്കിലും കഴിച്ചോ? ഒരു നിനക്ക് കുടിക്കാനോ തിന്നാനോ എന്തെങ്കിലും തന്നോ? അല്ലേ? നീ എവിടെയാ ഹക്കീമേ? നീ എന്തെങ്കിലും കഴിച്ചോടാ? അല്ലേ, നീ എന്തെങ്കിലും കഴിച്ചോ? നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും തന്നോ? നിനക്ക് ദാഹിക്കുന്നുണ്ടോ ഹക്കീമേ? എനിക്ക് ദാഹിക്കുന്നു ഹക്കീമേ. കുടിക്കാൻ ഒരു ലേശം വെള്ളം പോലുമില്ല, കഴിക്കാൻ ഇച്ചിരി ഭക്ഷണം പോലും തരുന്നില്ല. പണിയോട് പണി. രാവിലെ എണീച്ചാൽ തുടങ്ങും പുറത്ത് ചാട്ടവാറിനിട്ടടി, രാത്രി വരെ അടി ഞാൻ കൊള്ളണം. ആടിൻ്റെയും ഒട്ടകത്തിൻ്റെയും പിറകെ പോകണം. ആടിനോ ഒട്ടകത്തിനോ കിട്ടുന്ന പ്രാധാന്യം പോലും ഹക്കീമേ എനിക്കിവിടെ കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ നജീബ് ആ വോയിസിൽ പറയില്ല മക്കളെ? പറയുമല്ലേ? നമ്മുടെ അവസ്ഥകൾ നമ്മൾ ഷെയർ ചെയ്യും സുഹൃത്തുക്കളോട്. നിനക്ക് കുടിക്കാനോ തിന്നാനോ എന്തെങ്കിലും തന്നോ? നജീബ് ചോദിക്കുക ഹക്കീമിനോട്, നിനക്കും എന്തെങ്കിലും കിട്ടിയോ? നീയും അവിടെ തന്നെയല്ലേ ആടിൻ്റെ കൂടെ? എനിക്ക് പേടിയാകുന്നു ഹക്കീമേ, എനിക്ക് പേടിയാകുന്നു. ഞാൻ മരിച്ചു പോയാ എൻ്റെ ഭാര്യ, കുഞ്ഞ്, അമ്മ, അല്ലേ, ഇവരൊക്കെ ആര് നോക്കും? എൻ്റെ സൈന്യവിനെ ആര് നോക്കും? അവർക്കിനി ആരുള്ളത് ഹക്കീമേ? ഞാൻ മരണത്തിലേക്കാണ് പോകുന്നത് എന്ന് ആര് പറയുന്നുണ്ടാവും? നമ്മൾ നജീബ് പറയുന്നുണ്ടാവില്ല വോയിസിൽ. പിന്നെയോ നമുക്ക് തിരിച്ചു പോകാൻ കഴിയുമോ ഹക്കീമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ കൊടുത്തുകൊണ്ട്, പ്രതീക്ഷയാണോ അസ്തമയമാണോ ഒന്നും അറിയാതെ ആ ഒരു വോയിസ് നമുക്ക് കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ മക്കളെ നിങ്ങൾ എന്ത് വേണം? ഇതുവരെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളാണെങ്കിൽ തീർച്ചയായും 9ാം ക്ലാസ്സിൻ്റെ ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകളിലേക്ക് പോകാം. നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായി കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾ തുടർന്നുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങളുടെ ഫോണിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരും. നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസും ലൈവ് ക്ലാസ്, വർക്ക്ഷീറ്റ്സ്, റെക്കോർഡ് ക്ലാസ്, PDF ക്ലാസ് വെറും 2499 രൂപയ്ക്ക് നിങ്ങളെ തേടി വരുന്നതായിരിക്കും. അപ്പോൾ മിസ് ചെയ്യരുത്. എല്ലാവരും ബാച്ചിൽ ജോയിൻ ചെയ്യുക, കൃത്യമായി പഠിക്കുക, ഉയരങ്ങളിലെത്തുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാം വിന്നർ. ബൈ.